തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായ ആർ സുഗതന് അനുകൂലമായി കത്ത് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് കത്ത് നൽകിയതിനാണ് ഡോക്ടർ ചിത്രയ്ക്കെതിരെ നടപടി. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ദു, വലിയ വിവാദമായ സംഭവമാണ്. അതിൽ മന്ത്രിക്ക് വലിയ അതൃപ്തിയുണ്ടെന്ന സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പൊ അതൃപ്തിയെല്ലാം നടപടി തന്നെ വന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഏറെ വിവാദമായിരുന്നു ആർ സുഗതനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ. കഴിഞ്ഞ ആദ്യ 2 കൗൺസിലുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു കയ്യാങ്കളിയിലേക്കും തമ്മിൽത്തല്ലിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ 3ാമത്തെ കൗൺസിലിലേക്ക് എത്തുമ്പോഴത്തേക്കും സുഗതനെ അയോഗ്യനാക്കണമെന്ന് പ്രതിപക്ഷം വാശി പിടിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് സുഗതനെ രക്ഷിച്ചത് ഈ ഒരു കത്താണ് എന്ന് തന്നെ പറയാം. ആ കത്ത് നൽകിയതിനെതിരെ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ ഒരു നടപടിയായി വരികയാണത്. സസ്പെൻഷൻ ഉത്തരവ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം ഡോക്ടർ ചിത്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തല്. അതായത് ആവശ്യമില്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ഈ കത്തിൽ വരുത്തിയെന്ന്. അതായത് കത്തിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ തക്കവണ്ണം ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തി എന്ന തരത്തിലാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് തനിക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പരോളിൽ പോയി കൗൺസിലിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടോ എന്ന സുഗതന്റെ കത്തിന് മറുപടിയായിട്ട് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയത് അത്തരത്തിൽ പോകാൻ പറ്റില്ല, പക്ഷേ തങ്ങൾക്ക് അവധി അപേക്ഷ നൽകി ആ അപേക്ഷ കൗൺസിലിൽ സമർപ്പിച്ച് വോട്ടിട്ട് അത് പാസ്സാക്കിയാൽ താങ്കളുടെ പദവി തങ്ങൾക്ക് സുരക്ഷിതമാക്കാം, അല്ലെങ്കിൽ താങ്കൾ അയോഗ്യനാവില്ല എന്നൊരു തരത്തിലാണ് കത്ത് മറുപടിയായി വന്നത്. അതായത് പരോള് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് ലഭ്യമാകില്ല എന്ന് മറുപടി നൽകേണ്ടതിന് പകരം അതിലൊരു ഫോം വഴി കൂടി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി. അത് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവാനുള്ള കാരണമായി എന്ന തരത്തിലാണ് കണ്ടെത്തൽ വരുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെയും അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ കത്ത് അത് ചെക്ക് ചെയ്യാതെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൈമാറി എന്ന തരത്തിലായിരുന്നു. അതിലും ആഭ്യന്തരമന്ത്രിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അന്ന് തന്നെ അതിന്മേലൊരു അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. നടപടിയൊന്നും ആയിട്ടില്ല, അതിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ചിത്ര ഗുരുതരമായിട്ടൊരു ചട്ടലംഘനം നടത്തി, അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശപരമായിട്ട് ഒരു കൂട്ടിച്ചേർത്തൽ നടത്തി എന്ന രീതിയിൽ ഒരു കണ്ടെത്തൽ വരികയാണ്. സസ്പെൻഷനിലാകുന്ന ആദ്യ KAS ഉദ്യോഗസ്ഥയായിട്ട് ഡോക്ടർ ചിത്ര മാറുകയാണ്.